പുതിയ പ്രഭാതം ഉദിച്ചുയർന്നു, പറന്നുയരാം പറവകളായി വീണ്ടും. പൊട്ടിവിടത്തും പുഞ്ചിരി വെട്ടം, ഞങ്ങളുണ്ടിനി നിങ്ങൾക്കായെന്നും. KGMOA കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കേരളത്തിലെ സർക്കാർ ഡോക്ടർമാരുടെ ഏക അംഗീകൃത സർവീസ് സംഘടന. 6000-ഓളം വരുന്ന കേരളത്തിലെ സർക്കാർ ഡോക്ടർമാരിൽ 90% അംഗങ്ങളായുള്ള പ്രസ്ഥാനം. 1966 ഏപ്രിൽ 17 കേരള സംസ്ഥാനത്ത് തന്നെ അതിശക്തമായ സർവീസ് സംഘടന പിറവികൊണ്ട ദിനം. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് കണ്ണൂർ DMO ആയിരുന്ന ഡോക്ടർ PA ജേക്കബ് സ്ഥാപക പ്രസിഡന്റും തൃശൂരിലെ ഡോക്ടർ KPB നായർ സ്ഥാപക സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ട KGMOAയുടെ ആദ്യ ജനറൽ ബോഡി യോഗം അന്ന് നടന്നു. അന്നു മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി കേരളത്തിലെ സർക്കാർ ഡോക്ടർമാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് KGMOA നേതൃത്വം നൽകി വരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമില്ലാതെ എങ്ങനെ ഒരു സർവീസ് സംഘടനയ്ക്ക് നീണ്ട 60 വർഷങ്ങളായി ഒരു നിർണായക ശക്തിയായി നിലനിൽക്കാൻ കഴിയും എന്ന ചോദ്യത്തിന് കേരള ചരിത്രത്തിൽ ഒരൊറ്റ ഉത്തരമേയുള്ളൂ: KGMOA. ഓരോ അംഗവും സംഘടനയോടും തിരിച്ച് സംഘടന ഓരോ അംഗത്തോടും കാണിച്ചു വരുന്ന പ്രതിബദ്ധത ഒന്നു മാത്രമാണ് ഈ നേട്ടത്തിന് നിദാനം. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ഫീസായി ലഭിച്ചിരുന്ന 3 രൂപയിൽ പകുതി സർക്കാർ ട്രഷറിയിലേക്ക് അടയ്ക്കണമെന്ന വ്യവസ്ഥയുള്ള ഒരു കാലമുണ്ടായിരുന്നു. പ്രതിഷേധവും കൂട്ട അവധിയുമായി KGMOA സമരത്തിനിറങ്ങിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ EMS നമ്പൂതിരിപ്പാട് 1967 ജനുവരി 31 സർക്കാർ ഉത്തരവിലൂടെ അവകാശപ്പെട്ട ഫീസ് മുഴുവനായി ഡോക്ടർമാർക്ക് അനുവദിച്ചു തന്നു. നിസ്സാരമെന്ന് ഇന്ന് തോന്നുമെങ്കിലും KGMOAയുടെ സമരവിജയങ്ങളുടെ സുവർണ ചരിത്രത്തിനു അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. 1984 ഒരു രോഗിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ ഡോക്ടർമാരായ ഡോക്ടർ കണ്ണൻ, ഡോക്ടർ കോശി എന്നിവർ IPC 304 വകുപ്പ് പ്രകാരം യാതൊരു അന്വേഷണവുമില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ KGMOAയുടെ ശക്തമായി പ്രതികരിച്ചു. ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് മുൻപായി ഒരു വിദഗ്ധ സമിതിയുടെ അന്വേഷണമുണ്ടാവണമെന്ന ആവശ്യം അംഗീകരിച്ചെടുത്തത് സംഘടന അന്ന് നടത്തിയ തുടർച്ചയായ സമരത്തിന്റെ ഫലമായിട്ടായിരുന്നു. അന്നു മുതൽ ഡോക്ടർമാർക്ക് നേരെയുള്ള ഓരോ അതിക്രമങ്ങൾക്കെതിരെയും മാനസിക പീഡനങ്ങൾക്കെതിരെയും സമാനതകളില്ലാത്ത പ്രതിരോധമാണ് സംഘടന തീർത്തു വന്നിട്ടുള്ളത്. ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒരു തുടർക്കഥയായപ്പോൾ KGMOA സന്ധിയില്ലാത്ത സമരം ആരംഭിക്കുകയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ചേർന്ന് തുടർച്ചയായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്ന് 2012 കേരള സർക്കാർ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി ആശുപത്രി സംരക്ഷണ നിയമം കൊണ്ടുവന്നുവെങ്കിലും പ്രതികൾ പലപ്പോഴും നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെട്ടു. അക്രമികളെ കൃത്യമായി നിയമത്തിന് മുന്നിൽ എത്തിച്ച് ശിക്ഷ വാങ്ങി നൽകുന്നതിന് തുടർന്നും സംഘടനയുടെ വർഷങ്ങൾ നീണ്ട ഇടപെടൽ ആവശ്യമായിരുന്നു. 2019 സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സത്യാഗ്രഹം നടത്തുകയും തുടർച്ചയായി ഇടപെടലുകൾ നടത്തുകയും ചെയ്തതിനെ തുടർന്ന് ഡോക്ടർമാർക്ക് നേരെയുള്ള ആശുപത്രികൾക്ക് നേരെയുമുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ലഭ്യമാക്കുവാൻ KGMOAയ്ക്ക് സാധിച്ചു. 2023 മെയ് 10 കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്ദനാദാസ് എന്ന യുവ ഡോക്ടർ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് എത്തിച്ച പ്രതിയുടെ കൈയാൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടതിനെ തുടർന്ന് KGMOA അതിശക്തമായ പ്രതിഷേധ സമരം ആരംഭിച്ചു. അംഗങ്ങൾക്ക് ജോലിസ്ഥലത്തെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ പ്രതിജ്ഞാബദ്ധമായ സംഘടനയ്ക്ക് ക്രൂരമായ ആ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക സമരമല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. കൊല്ലം ജില്ലയിൽ എമർജൻസി സേവനങ്ങൾ ഉൾപ്പെടെ പൂർണ്ണ ഷട്ട്ഡൌൺ, മറ്റ് ജില്ലകളിൽ എമർജൻസി സേവനങ്ങൾ ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും നിർത്തിവെക്കുക, അതായിരുന്നു തീരുമാനം. ആശുപത്രി സുരക്ഷ സംബന്ധിച്ച് വ്യക്തമായ ഉറപ്പുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം 24 മണിക്കൂർ കൂടെ ദീർഘിപ്പിക്കുവാൻ തുടർന്ന് ചേർന്ന സംസ്ഥാന സമിതി തീരുമാനിച്ചു. KGMOA സമരരംഗത്തിറങ്ങിയതിനു പിന്നാലെ സ്വകാര്യ മേഖലയെ കൂടെ ഉൾപ്പെടുത്തി IMAയുടെ നേതൃത്വത്തിൽ സമരം പൂർണ്ണമാക്കി. സമരത്തിന്റെ പരിണിത ഫലമായി അക്രമികൾക്ക് കൂടുതൽ ശിക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ആശുപത്രി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഓർഡിനൻസ്, കസ്റ്റഡിയിലുള്ള പ്രതികളുടെ വൈദ്യപരിശോധന സംബന്ധിച്ച
ഗൈഡ് ലൈൻസിന്റെ പരിഷ്കരണം എന്നിവ പ്രാബല്യത്തിൽ വന്നു. ആശുപത്രികളിൽ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുവാനും നമുക്കായി. തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ രാജ്യത്ത് ആദ്യമായി നമ്മുടെ സംസ്ഥാനത്തിൽ നടപ്പിലാക്കുവാൻ സാധിച്ചു. ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിവരവെയാണ് വീണ്ടും ഒരു അതിദാരുണമായ ആക്രമണം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലുണ്ടായത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ തലയ്ക്ക് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവം സർക്കാർ ആശുപത്രികളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഏറെ ആശങ്കകൾ ഉയർത്തുന്നു. ഈ പശ്ചാത്തലത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മാനവ വിഭവശേഷിയുടെ കുറവ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയും KGMOA ജീവൻ രക്ഷാ സമരം ആരംഭിച്ചിരിക്കുകയാണ്. നിശ്ചയദാർഢ്യത്തോടെയുള്ള സംഘടനയുടെ ഈ ഇടപെടൽ സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്പമെങ്കിലും മാന്യമായ ശമ്പളം സർക്കാർ ഡോക്ടർമാർക്ക് ഇന്ന് ലഭിക്കുന്നെങ്കിൽ അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് KGMOA എന്ന നമ്മുടെ സംഘടനയോടാണ്. 1969 രണ്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിൽ കടുത്ത അനീതിയാണ് സർക്കാർ ഡോക്ടർമാർക്ക് നേരിടേണ്ടി വന്നത്. ഇതര വിഭാഗങ്ങളെ അപേക്ഷിച്ച് ഡോക്ടർമാർക്ക് നാമമാത്രമായ ശമ്പള വർധനമാണ് അന്ന് അനുവദിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് KGMOAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ മ്യൂസിയം ജംഗ്ഷൻ മുതൽ സെക്രട്ടേറിയറ്റ് വരെ നടത്തിയ മൗനജാഥ കേരള ചരിത്രത്തിൽ തന്നെ മെഡിക്കൽ മേഖലയിലെ ആദ്യത്തെ പ്രത്യക്ഷ പ്രതിഷേധമായിരുന്നു. 1978 മൂന്നാം ശമ്പള പരിഷ്കരണത്തിലും നമുക്ക് കാര്യമായ അവഗണന നേരിടേണ്ടി വന്നതോടെ KGMOA പ്രതിഷേധത്തിന്റെ രീതികൾ മാറ്റി മാർച്ചും ധർണയുമായി ആരംഭിച്ച സമരം ഫലപ്രാപ്തിയിൽ എത്താത്തതിനെ തുടർന്ന് 1980 ഒക്ടോബർ 2 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വാഹന പ്രചരണ ജാഥ നടത്തിക്കൊണ്ട് അംഗങ്ങളിൽ സമരവീര്യമുണർത്തി. നേതാക്കളെ സസ്പെൻഡ് ചെയ്തും അറസ്റ്റ് ചെയ്തും സർക്കാർ ഇതിനെ നേരിട്ടപ്പോൾ സമരം ആളിക്കത്തി. സംഘടനയുടെ തുടർന്നുള്ള ധീരമായ ഇടപെടലുകൾ കൊണ്ട് കോമ്പൻസേറ്ററി അലവൻസ് ലഭിക്കുകയും അസിസ്റ്റന്റ് സർജൻ സിവിൽ സർജൻ അനുപാതം 3:1 നിശ്ചയിക്കുകയും പോസ്റ്റ്മോർട്ടം അലവൻസും രണ്ടാമതൊരു സമയബന്ധിത ഹയർ ഗ്രേഡും നേടിയെടുക്കുകയും ചെയ്തു. 1991 ശമ്പള പരിഷ്കരണ അപാധകൾക്കെതിരെ KGMOA നടത്തിയ സെക്രട്ടേറിയറ്റ് ധർണയും തുടർന്ന് നടത്തിയ രണ്ടാം വാഹന പ്രചരണ ജാഥയും മാന്യമായ ശമ്പളം ലഭിക്കണമെന്ന ആവശ്യത്തിന് അടിത്തറ പാകി. തുടർന്ന് 1993 സെപ്റ്റംബർ 6 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. സെപ്റ്റംബർ 10 നടത്തിയ സൂചനാ പണിമുടക്ക് കേരളത്തിലെ ആരോഗ്യ മേഖലയെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കുന്നതായിരുന്നു. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടപ്പോൾ 1993 നവംബർ 5 KGMOAയുടെ ചരിത്രത്തിലെ ആദ്യ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. പണിമുടക്കിനെതിരെ സർക്കാർ എസ്മ പ്രയോഗിച്ചു. KGMOA നേതാക്കളെ തലങ്ങും വിലങ്ങും അറസ്റ്റ് ചെയ്തും പകരം താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തിയും സമരത്തെ നേരിട്ടെങ്കിലും നമ്മുടെ ഒറ്റക്കെട്ടായുള്ള സമരവീര്യത്തിനു മുന്നിൽ സർക്കാരിനൊടുവിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഈ സമരത്തിന്റെ ഒത്തുതീർപ്പിന്റെ ഫലമായാണ് ചരിത്രപ്രസിദ്ധമായ പ്രതാപൻ കമ്മീഷൻ ഉടലെടുക്കുന്നത്. പൊതുജന ആരോഗ്യരംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ വഴിതെളിച്ച ആരോഗ്യമേഖലയിലെ എല്ലാ കാറ്റഗറി ജീവനക്കാരുടെയും സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തിയ പ്രതാപൻ കമ്മീഷൻ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരൻ പ്രഖ്യാപിച്ചത് 1995 കോട്ടയത്ത് നടന്ന KGMOA വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വെച്ചായിരുന്നു എന്നത് സംഘടനയുടെ ചരിത്രത്തിൽ തിളങ്ങുന്ന നാൾവഴികളിൽ ഒന്നാണ്. ഇന്നും നമ്മൾ ഉന്നയിക്കുന്ന പല അവകാശങ്ങളും പ്രതാപൻ കമ്മീഷൻ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ അലവൻസുകളും സ്പെഷ്യൽ പേയും വർദ്ധിപ്പിക്കുകയും ട്രേഡ് 2 സിവിൽ സർജന്മാരെ ഗ്രേഡ് 1 ശമ്പള സ്കെയിലേക്ക് ഉയർത്തുകയും സമയബന്ധിത ഹയർ ഗ്രേഡ് പ്രൊമോഷനാക്കി ഉയർത്തുകയും ചെയ്തു. നമ്മൾ ഇന്നനുഭവിക്കുന്ന പല നേട്ടങ്ങളുടെയും അടിസ്ഥാനശിലയായ പ്രതാപൻ കമ്മീഷന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ആ ഐതിഹാസിക സമരത്തിന്റെ ഓർമ്മയ്ക്കായി നവംബർ 5 മുതൽ 11 വരെ എല്ലാ വർഷവും ഐക്യദാർഢ്യ പക്ഷാചരണം സോളിഡാരിറ്റി വീക്ക് സംഘടന ആചരിക്കുന്നു. തുടർന്ന് വന്ന ഓരോ ശമ്പള പരിഷ്കരണത്തിലും ഈ ആനുകൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുവാനും മെച്ചപ്പെടുത്തുവാനും കഠിനമായ പ്രതിഷേധ സമരങ്ങൾ തന്നെ സംഘടനയ്ക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. 2006 പ്രഖ്യാപിച്ച 8ാം ശമ്പള പരിഷ്കരണം അക്ഷരാർത്ഥത്തിൽ ആരോഗ്യവകുപ്പ് ഡോക്ടർമാരുടെ അഭിമാനത്തിനേറ്റ ക്ഷതമായിരുന്നു.
കരി നിയമങ്ങളെയും അറസ്റ്റിനെയും ജയിലിനെയും ഭയക്കാതെ തീക്ഷ്ണമായ സമരങ്ങളിലൂടെ KGMOയെ നേടിയെടുത്ത പല അവകാശങ്ങളും അതിൽ റദ്ദു ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ആരോഗ്യവകുപ്പിലെ അധികാര ശ്രേണിയിൽ അസിസ്റ്റന്റ് സർജൻ തസ്തികയെ തന്നെ ഇകഴ്ത്തുന്ന തരത്തിൽ അവരുടെ ശമ്പള സ്കെയിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റേതിനേക്കാൾ താഴ്ത്തുകയുണ്ടായി. ആരോഗ്യവകുപ്പിന്റെ കേവലമായ നിലനിൽപ്പും സർക്കാർ ഡോക്ടർമാരുടെ ആത്മാഭിമാനവും മെച്ചപ്പെട്ട വേതന വ്യവസ്ഥയ്ക്കുള്ള അവകാശവും ചോദ്യം ചെയ്യപ്പെട്ട കാലഘട്ടമായിരുന്നു അത്. പലതരത്തിലുള്ള ചർച്ചകളും മറ്റ് ഇടപെടലുകളും പരാജയപ്പെട്ടപ്പോൾ KGMOയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രതിഷേധത്തിന് സംഘടനാ ദിനമായ ഏപ്രിൽ 17 തുടക്കം കുറിക്കപ്പെട്ടു. 2006 ഏപ്രിൽ 17 മുതൽ 2 വർഷത്തിലേറെയാണ് ആ സമരം നീണ്ടത്. ഒരാവശ്യം ഉന്നയിച്ച് 2 വർഷത്തിലേറെ KGMOയെ നടത്തിയ ആ പ്രക്ഷോഭം സംസ്ഥാനത്തെ സർവീസ് സംഘടനകളുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ മാനം രചിച്ച സമരമായിരുന്നു. നിസ്സഹകരണ സമരവും പ്രതിഷേധ ധർണകളും ഹൈക്കോടതി ഇടപെടലും ഫലം കാണാതെ വന്നപ്പോൾ സംഘടനയ്ക്ക് പ്രക്ഷോഭം മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. സെക്രട്ടേറിയറ്റ് പടിക്കലും ജില്ലാ ആസ്ഥാനങ്ങളിലും ആരംഭിച്ച റിലേ നിരാഹാര സമരം നീണ്ട 10 ദിവസം പിന്നിട്ടപ്പോഴും ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതിരുന്ന സർക്കാരിന്റെ മർക്കടമുഷ്ടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി KGMOയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ സൂചനാ പണിമുടക്ക് നടത്തി. അംഗങ്ങളെയും നേതാക്കന്മാരെയും തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയാണ് സർക്കാർ ഇതിനെ നേരിട്ടത്. ഈ പകപോക്കൽ നടപടി പക്ഷെ വർദ്ധിത വീര്യത്തോടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഊർജമാവുന്നതാണ് പിന്നീട് കേരളം കണ്ടത്. 2008 മെയ് 22 മുതൽ അനിശ്ചിതകാല സമരം KGMOയെ പ്രഖ്യാപിച്ചു. സമരപ്രഖ്യാപനം വെറും വാക്കല്ല എന്ന് ബോധ്യമായ സർക്കാർ ഒടുവിൽ സംഘടനയെ ചർച്ചയ്ക്ക് ക്ഷണിക്കാൻ നിർബന്ധിതമായി. മെയ് 20-നും 21-നുമായി നടത്തിയ മാരത്തോൺ ചർച്ചകളെ തുടർന്ന് അസിസ്റ്റന്റ് സർജൻ മുതൽ DHS വരെയുള്ള വിവിധ തസ്തികകളിൽ അടിസ്ഥാന ശമ്പളത്തിൽ ലയിക്കുമെന്ന വ്യവസ്ഥയോടെ 3400 മുതൽ 5000 രൂപ വരെ പ്രതിമാസം അലവൻസും സ്പെഷ്യൽ പേയും ലഭിച്ചു. നിരവധി ശിക്ഷാ നടപടികളെ കൂസാതെ സംഘടന നേടിയെടുത്ത ഈ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി താൻ ഒരു ആരോഗ്യവകുപ്പ് ഡോക്ടറാണെന്ന് അഭിമാനത്തോടെ പറയാവുന്ന അവസ്ഥ വരുത്തിയ ഈ സമര വിജയത്തിന്റെ ഓർമ്മയ്ക്കായി മെയ് 21 വിക്ടറി ഡേ അഥവാ വിജയദിനമായി KGMOയെ ആഘോഷിച്ചു വരുന്നു. 2011 9ാം ശമ്പള പരിഷ്കരണത്തിന്റെ വാഗ്ദാനം നൽകപ്പെട്ട തരത്തിൽ കോമൺ സ്പെഷ്യൽ അലവൻസ് അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോയപ്പോൾ ശക്തമായ പ്രക്ഷോഭം തന്നെ സംഘടനയ്ക്ക് നടത്തേണ്ടി വന്നു. ഇതിലൂടെയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ശമ്പള സ്കെയിലിനെ ഹെയർ സ്റ്റാർട്ട് എന്ന മെച്ചപ്പെട്ട ആനുകൂല്യം ആരോഗ്യവകുപ്പ് ഡോക്ടർമാർക്ക് ലഭ്യമായത്. അതോടൊപ്പം സ്പെഷ്യാലിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ ഡോക്ടർമാർക്ക് പ്രത്യേക സ്പെഷ്യൽ പേ നേടിയെടുക്കുവാനും സംഘടനയ്ക്കായി. തുടർന്ന് വന്ന ശമ്പള പരിഷ്കരണങ്ങളിൽ ഈ ഹെയർ സ്റ്റാർട്ടും സ്പെഷ്യൽ പേയും റദ്ദാക്കുവാനുള്ള ശ്രമങ്ങളെ വ്യത്യസ്തവും ശ്രദ്ധേയവുമായ സമരമാർഗങ്ങളിലൂടെ KGMOയെ ചേർത്ത് തോൽപ്പിച്ചു. തിരുവോണനാളിലെ സെക്രട്ടേറിയറ്റ് ഉപവാസം, ഭരണസിരാ കേന്ദ്രത്തിനു മുന്നിൽ 1 മാസത്തോളം നീണ്ടുനിന്ന നിൽപ്പു സമരം, 100 കണക്കിന് അംഗങ്ങളെ അണിനിരത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച്, ധർണ, സംസ്ഥാന വ്യാപക വാഹന പ്രചരണ ജാഥ തുടങ്ങി സംഘടന വിജയിപ്പിച്ച സമരരീതികൾ KGMOയെ സർവീസ് സംഘടനകൾക്കിടയിൽ തലയെടുപ്പുള്ളതാക്കി മാറ്റി. VIP ഡ്യൂട്ടിക്കിടെ അംഗങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിന് സമാനമായ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കിക്കൊണ്ട് അവർക്ക് ഭക്ഷണം, താമസ, വിശ്രമ സൗകര്യങ്ങൾ, യാത്ര ചെയ്യാൻ ആംബുലൻസിന് പുറമെ ശീതീകരിച്ച വാഹനം എന്നിവ ഒരുക്കുന്നതിലേക്ക് നയിച്ച സംഘടനയുടെ ഇടപെടലിന് ആരോഗ്യവകുപ്പ് ഡോക്ടർമാരുടെ ആത്മാഭിമാനത്തിന്റെ വിലയുണ്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ദിവസം രാവിലെയും ജോലി ചെയ്യണം എന്ന കരി നിയമം മാറ്റിയതും അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുന്ന ജോലിക്കുള്ള കോമ്പൻസേറ്ററി ഹോളിഡേ നേടിയെടുത്തതും അംഗങ്ങൾ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്തുപിടിച്ച ആനുകൂല്യങ്ങളാണ്. ഇതുതന്നെയാണ് KGMOയെ സർക്കാർ ഡോക്ടർമാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന അവരുടെ പ്രിയപ്പെട്ട സംഘടനയാക്കുന്നത്. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള നിരവധി വിഷയങ്ങളും KGMOയെ ഏറ്റെടുത്തിട്ടുണ്ട്. ലോകമെങ്ങും കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ തങ്ങളുടെയും തങ്ങളുടെ കുടുംബത്തിന്റെയും ജീവനും ആരോഗ്യവും തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ അംഗങ്ങൾ മുന്നണി പോരാളികളായി കളത്തിലിറങ്ങി. എങ്ങും ആശങ്കയും അനിശ്ചിതത്വവും നിലനിന്നിരുന്ന വേളയിൽ അംഗങ്ങൾക്ക് ആശ്വാസവും പിന്തുണയും സഹായവുമായി KGMOയെ ഒപ്പമുണ്ടായിരുന്നു. ജോലിഭാരം ക്രമീകരിക്കുവാനും അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അവധികളും ലഭ്യമാക്കുവാനും KGMOയെ നടത്തിയ ഇടപെടലുകൾ നിർണായകമായിരുന്നു. മഹാമാരി പടർന്നു പിടിക്കുമ്പോഴും ശാസ്ത്രീയമായ ഇടപെടലുകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ഓരോ ജില്ലയിലും മുന്നിട്ടിറങ്ങിയത് KGMOയെ ഭാരവാഹികൾ തന്നെയായിരുന്നു എന്നത്
ഏറെ ശ്രദ്ധേയമായി. കോവിഡിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയതും ശാസ്ത്രീയവുമായ അറിവുകൾ അംഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സൂം പ്ലാറ്റ്ഫോമിലൂടെ ആരോഗ്യ തുടർ വിദ്യാഭ്യാസ പരിപാടികൾ ക്രമമായി സംഘടിപ്പിച്ചു. ഒപ്പം അംഗങ്ങൾക്ക് മതിയായ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിലും അംഗങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും സംഘടന ശ്രദ്ധ ചെലുത്തി. നിപ്പ, H1N1, മങ്കി പോക്സ് തുടങ്ങിയ മാരക രോഗങ്ങൾക്കെതിരെയും ഏറ്റവും ഒടുവിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയും സമാനമായ ഇടപെടലുകൾ സംഘടന നടത്തിയിട്ടുണ്ട്. മാരക രോഗങ്ങൾക്കെതിരെ മാത്രമല്ല, നമ്മുടെ നാടിനെ പിടിച്ചുകുലുക്കിയ പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെയും ശക്തമായ പോരാട്ടത്തിന് സംഘടന നേതൃത്വം നൽകി. 2018-ലും 19-ലും കേരളം പ്രളയക്കെടുതിയിൽ വലഞ്ഞപ്പോൾ ദുരിതബാധിതർക്ക് ആശ്വാസം പകരുവാൻ സംഘടന ഒപ്പമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തത്തിലും ആരോഗ്യരക്ഷാ പ്രവർത്തനത്തിലും പുനരധിവാസത്തിലുള്ള സാമ്പത്തിക സഹായത്തിലും മുന്നിലുണ്ടായിരുന്നത് സംഘടനയും അംഗങ്ങളും തന്നെയായിരുന്നു. പൊതുജന ആരോഗ്യ മേഖല സംരക്ഷിക്കുക എന്നത് KGMOയുടെ അടിസ്ഥാന ലക്ഷ്യമാണ്. അവകാശ പോരാട്ടങ്ങൾക്ക് സാമൂഹിക അംഗീകാരം നേടിയെടുത്തുകൊണ്ട് 2015-ൽ നാം നടത്തിയ പൊതുജനാരോഗ്യ സംരക്ഷണ യാത്ര പൊതുമണ്ഡലത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇതേ തുടർന്ന് സാധാരണക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുമാറ് വിവിധ താലൂക്ക് ആശുപത്രികളിൽ അത്യാഹിത വിഭാഗം രൂപീകരിക്കപ്പെട്ടത് സംഘടനാ ചരിത്രത്തിലെ മറ്റൊരു തിളങ്ങുന്ന ഏടാണ്. ഏറ്റവും പുതിയതും ശാസ്ത്രീയവും ആയ അറിവ് അംഗങ്ങളിലേക്ക് എത്തിക്കുവാൻ അക്കാദമിക് സെല്ലിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പരിപാടികൾ, അംഗങ്ങളുടെ സർവീസ് സംബന്ധമായ ഓരോ പ്രശ്നത്തിനും എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുവാൻ സർവീസ് സെൽ, നിയമസഹായം ലഭ്യമാക്കാൻ ലീഗൽ സെൽ, അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പുവരുത്തുവാൻ മെന്റൽ ഹെൽത്ത് വിംഗ്, ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാം, സ്പോർട്ട് വിംഗ് തുടങ്ങി KGMOയുടെ പ്രവർത്തനം സർവ്വതല സ്പർശിയാവുകയാണ്. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി തലസ്ഥാന നഗരിയിലെത്തുന്ന അംഗങ്ങൾക്ക് മിതമായ ചെലവിൽ സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കി നൽകുന്ന KGMOയെ ആസ്ഥാന മന്ദിരം ഏറ്റവും ആകർഷണീയമായ രീതിയിൽ നവീകരിക്കുവാൻ ഈ വർഷം സാധിച്ചു. ഫോർ ദി മെമ്പേഴ്സ്, ഫോർ ദി സൊസൈറ്റി എന്ന സംഘടനയുടെ എക്കാലത്തെയും മുദ്രാവാക്യം സാർത്ഥമാക്കുവാൻ കരുത്തുറ്റ നേതൃത്വവുമായി കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്തെ കക്ഷി രാഷ്ട്രീയ ചേരികളിൽപ്പെടാത്ത സർവീസ് സംഘടനയായി ഉറച്ച ചുവടെടുപ്പോടെ മുന്നോട്ട് നീങ്ങുന്നു. സംഘടനാ ചരിത്രത്തിൽ നിർണായക പ്രതിരോധങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വെച്ച് സംഘടനാ പ്രവർത്തനത്തിൽ ഊർജ്ജസ്വലതയോടെ പങ്കാളികളായി KGMOയ്ക്ക് കൂടുതൽ കരുത്തേകുവാൻ നമുക്കോരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. ജയ് KGMOയെ.